ഗൈസ്, ഞാനിന്നൊരു പരീക്ഷണമായിട്ട് വന്നേക്കുവാണേ. നമ്മുടെ ദീപിക പദുക്കോൺ ഇൻ്റർവ്യൂവിലൊക്കെ ഫേമസ് ആക്കിയില്ലേ ഭൂട്ടാൻ്റെ നാഷണൽ ഡിഷ് യമദാച്ചി, അതാണ് ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് ഞാനിങ്ങനെ ഒരിടത്ത് കേട്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള ഇതുപോലെ നീളത്തിനരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇതാ ഒരു തക്കാളി, ചെറിയ തക്കാളി, പിന്നെ ഒരു 2 പച്ചമുളക് അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കൂടെ നോക്കാം. ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഓയിൽ ഒഴിക്കാം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക്. യമദാച്ചി എന്ന് പറഞ്ഞാൽ തന്നെ യമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പച്ചമുളകാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടേ, യമദാച്ചി പച്ചമുളകും ചീസും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാവേ. ഞാൻ പലയിടത്തും നോക്കിയപ്പോൾ തക്കാളി ക്യാപ്സിക്കം ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചില വീഡിയോസ് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിലതിനകത്ത് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്താണേലും മെയിൻ താരം പച്ചമുളകാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നമുക്കല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടു, ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പും പിന്നെ അതുപോലെ കുരുമുളക് 1 ടീസ്പൂൺ. തക്കാളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു അമൂലിൻ്റെ ബട്ടറിൻ്റെ ക്യൂബ് അത് മൊത്തത്തോടെ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറൊന്ന് ഉരുകിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ചേർത്തപ്പം ബട്ടറിൻ്റെ തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചൂടോടെ ഇതും കൂട്ടി കഴിക്കാനായിട്ട്. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വേകണ്ടേ, അതുകൊണ്ട് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം എടുത്ത് ഇതിവിടെ ഇരുന്നൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഇതെന്തായെന്ന് തുറന്ന് നോക്കിയാലോ. ഇത് വെന്തിട്ടുണ്ട്. സവാളയൊക്കെ റെഡിയായി നോക്കട്ടെ കേട്ടോ. സവാള വന്നതാ, തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത മെയിൻ താരമായിട്ടുള്ള ദാശി ഇട്ട് കൊടുക്കാം.
ഇട്ട് കൊടുക്കാം. ഇതേ 2 ചീസ് സ്ലൈസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കിടന്നൊന്ന് മെൽറ്റ് ആവട്ടെ. നീങ്ങിപ്പോയി. ഇതും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. ഇതിവിടെ ഒന്ന് ഇരുന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. മെൽറ്റായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയൊന്ന് നോക്കിയാലോ എന്തായെന്ന്. ഇവിടെ ചീസൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി റെഡിയാക്കാം കേട്ടോ. കണ്ടോ, ചീസൊക്കെ ഇളകി റെഡിയായിട്ടുണ്ട്. വാവ്, കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. നമ്മൾ ഫസ്റ്റ് ട്രൈ ആണല്ലോ. യെസ്, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിഷ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടില്ലേ, വെന്തുടഞ്ഞ് ഇതിനുള്ളിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ? ഡിഷ് ഓഫ് ചെയ്യട്ടെ കേട്ടോ. കണ്ടോ നമ്മുടെ യമദാച്ചി, കാണാനൊക്കെ ഒരു ഭംഗിയില്ലേ? ഇനി നമുക്ക് നല്ല ചൂട് ചോറ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ഇത് ഒഴിച്ച് കഴിക്കാം കേട്ടോ. യെസ്, ഇനി കഴിച്ചിട്ടുള്ള അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാവേ. ഞാൻ ചോറിൻ്റെ പൊക്കത്ത് കറിയും ചോറും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ യമദാച്ചിയും ചോറും, റൈസ് വിത്ത് യമദാച്ചി. ഋഷി ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പം അതെ, ഞാനിത് കഴിച്ചു തുടങ്ങാൻ പോവാം കേട്ടോ. കഴിക്കട്ടെ. ഇതിങ്ങനെ കുറച്ച് ചോറും യമദാശിയും കൂടെ ഇട്ട് വിരവി. നല്ല ചൂടുണ്ട് കേട്ടോ. ചീസ് നല്ല ഇതായിട്ടിരിക്കുമല്ലേ. കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ സൂപ്പർ, കൊള്ളാം കേട്ടോ. വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റിയാണ്. ആ ചീസിൻ്റെയും ബട്ടറൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ പച്ചമുളക്, കുരുമുളക്, എരിവുണ്ട് കേട്ടോ. സൂപ്പറാണ്. അപ്പം നമ്മൾ വിജയിച്ചിരിക്കുന്നു, വേസ്റ്റായി പോയിട്ടില്ല. അപ്പം ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പോയി ട്രൈ ചെയ്യുക. ഞാനോർത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ ഒപ്പീനിയൻ സൂപ്പറാട്ടോ. ബട്ടറും ചീസൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.